ഇപ്പോൾ മുൻ KPCC അധ്യക്ഷൻ VM സുധീരൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ VM സുധീരൻ മുൻ KPCC അധ്യക്ഷൻ, രാജ്യസഭാംഗം, MLA, പലതവണ MLA, അങ്ങനെ കോൺഗ്രസിന്റെ ഒരു സൗമ്യ മുഖമായിരുന്നു. നേരത്തെ സണ്ണി ജോസഫ്, നിലവിലെ KPCC അധ്യക്ഷൻ, ചൂണ്ടിക്കാട്ടിയത് കോൺഗ്രസിൽ ഒരു ഇളം തെന്നലായിരുന്നു അദ്ദേഹം എന്നാണ്. സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ജീവിച്ചിരിക്കുന്ന പ്രതീകമായിരുന്നു അദ്ദേഹമെന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ സാധിക്കും. ജീവിതം മുഴുവൻ കോൺഗ്രസ്സാണ്, തന്റെ സർവസ്വവും കോൺഗ്രസ്സാണ്. പരമ്പരാഗതമായി തനിക്ക് ലഭിച്ച സ്വത്തുക്കളെല്ലാം കോൺഗ്രസിന് വേണ്ടി അദ്ദേഹം ചെലവഴിച്ചു. ഒരാളോടും പരിഭവം പറയാതെ തന്നെ ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും വിജയകരമായി അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോയി. ജീവിതത്തിലുടനീളം നേരത്തെ താൻ സൂചിപ്പിച്ചതുപോലെ അതിന്റെ ആ വെണ്മ, അതിന്റെ പരിശുദ്ധി പൂർണ്ണമായും കാത്തു സൂക്ഷിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോയ അദ്ദേഹം, എനിക്ക് തോന്നുന്നു, തലമുറകൾക്കൊരു മാതൃകയാണ്. ഇനി ഇപ്പോൾ ഉള്ളവർക്കും ഇനി വരാൻ പോകുന്ന ആളുകൾക്കൊക്കെ, പൊതു സമൂഹത്തിൽ കടന്നു വരുന്ന ആളുകൾക്കൊക്കെ ഒരു മാതൃകയാണ് തെന്നൽച്ചേട്ടനെന്ന് എടുത്തു പറയാൻ സാധിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അദ്ദേഹത്തെ ആദ്യമായി പരിചയപ്പെടുന്നത് KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന കാലത്താണ്. അന്ന് അദ്ദേഹം അവിടെ നിയോജകമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായിരുന്നു. ഇങ്ങനെയാണ് ഞാൻ ഓർക്കുന്നത്. പിന്നീട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനായി, KPCC ജനറൽ സെക്രട്ടറിയായി, പ്രസിഡന്റായി എത്തിച്ചു. അദ്ദേഹം പാർട്ടിയെ വിജയത്തിലേക്ക് നയിക്കുന്നതിന് പ്രത്യേകമായ ജാഗ്രതയോടുകൂടിയ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു അദ്ദേഹത്തിന്റെ. കോൺഗ്രസിനകത്ത് പലപ്പോഴും പല തിരിച്ചറിവുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും ഒരു ചേരിയിലും പെടാതെ പാർട്ടി താല്പര്യം മാത്രം മുൻനിർത്തിക്കൊണ്ട്, കോൺഗ്രസിന്റെ താല്പര്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് അസാധാരണമായ ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഒരു തരത്തിലും താൻ മുഖാന്തരം പാർട്ടിക്ക് ഒരു പോറൽ പോലും ഉണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി, സത്യസന്ധമായി, കാര്യപ്രാപ്തിയോടുകൂടി, ഫലപ്രദമായി എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഒരു പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോയ അദ്ദേഹം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വേർപാട് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്, പൊതുസമൂഹത്തിന് തീരാനഷ്ടമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രിയപ്പെട്ട തെന്നൽച്ചേട്ടന്റെ ആ ഓർമ്മകൾക്ക് മുന്നിൽ വളരെയേറെ സ്നേഹാദരങ്ങൾ അർപ്പിക്കുകയാണ് ഈ അവസരത്തിൽ. അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ച കാലമൊക്കെ എന്നെന്നും മനസ്സിൽ നിലനിൽക്കും, എന്നെന്നും പൊതുപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രചോദനകരമായിരിക്കും എന്ന കാര്യത്തിൽ ഞാൻ യാതൊരു സംശയവുമില്ല.